ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ കേരള ഹിസ്റ്ററിയിലെ SCERT ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ 8th ചാപ്റ്ററായ കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററൊക്കെ നമ്മൾ കേരള ഹിസ്റ്ററിയിലെ മുൻപത്തെ വീഡിയോയിൽ ചെയ്ത പോലെ നവകേരള സൃഷ്ടിക്കായി എന്ന പാഠഭാഗവും കേരളം ആധുനികതയിലേക്ക് എന്ന പാഠഭാഗവും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗമാണ് ഈ കേരള ഹിസ്റ്ററിയിൽ LGS പോലുള്ള എക്സാമിന്. അപ്പോൾ ഈ പാഠഭാഗങ്ങൾ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കേരളം ആധുനികതയിലേക്ക്. അപ്പോൾ വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയത് എപ്പോഴാണ്? 1498 മെയ് 20-നാണ്. വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയത് 1498 മെയ് 20, അതായത് 15-ാം നൂറ്റാണ്ടിൽ. പോർച്ചുഗീസുകാരുടെ ആദ്യ ആസ്ഥാനം എവിടെയാണ്? കൊച്ചി. പോർച്ചുഗീസുകാരുടെ ആദ്യ ആസ്ഥാനം കൊച്ചിയായിരുന്നു, പിന്നീട് ഗോവയായി മാറി. അപ്പോൾ ആദ്യം പറയുന്നത് കുഞ്ഞാലി മരക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. കോഴിക്കോട് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർ. കോഴിക്കോടുള്ള വടകരയ്ക്കടുത്ത് പുതുപ്പണത്തെ മരക്കാർ കോട്ടയിലായിരുന്നു ആസ്ഥാനം. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട പിടിച്ചെടുക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. എന്താണ് കുഞ്ഞാലി മരക്കാർ? ആരാണ്? കോഴിക്കോട് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരാണ് കുഞ്ഞാലി മരക്കാർ. അപ്പോൾ കോഴിക്കോട് ഉള്ള വടകരയ്ക്കടുത്ത് പുതുപ്പണത്തെ മരക്കാർ കോട്ടയിലായിരുന്നു ആസ്ഥാനം. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയങ്കോട്ട പിടിച്ചെടുക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. എന്താണ്? ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. വ്യക്തമായ വിജയം എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. ഇസ്ലാം മതത്തിനും ഹിന്ദു മതത്തിനും വേണ്ടി ഒരുപോലെ പോരാടിയിടും ഹിന്ദുവായുള്ളൊരീ രാജാവിനെ കണ്ടുപിടിക്കുവിൻ സുൽത്താൻമാരെ എന്നുള്ളത് ഈ ഒരു കാവ്യത്തിലെ വരികളാണ്. എന്താണ്? ഇസ്ലാം മതത്തിനും ഹിന്ദു മതത്തിനും വേണ്ടി ഒരുപോലെ പോരാടിടും ഹിന്ദുവായുള്ളൊരീ രാജാവിനെ കണ്ടുപഠിക്കുവിൻ സുൽത്താൻമാരെ എന്ന് പറഞ്ഞത് ഈ ഒരു ഫത്ഹുൽ മുബീൻ എന്ന കാവ്യത്തിലെ വരികളാണ്. കേരളത്തിൽ ആദ്യം എത്തിയത് ആരാണ്? വിദേശ ശക്തി പോർച്ചുഗീസുകാരാണ്. പിന്നെയാണ് ഡച്ചുകാർ എത്തിയത്, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അപ്പോൾ കേരളത്തിൽ ആദ്യം എത്തിയത് പോർച്ചുഗീസുകാർ, പിന്നെ ഡച്ചുകാർ, പിന്നെ ബ്രിട്ടീഷുകാർ, പിന്നെ ഫ്രഞ്ചുകാർ. അപ്പോൾ ഈ ഒരു വിദേശ ശക്തികൾ കേരളത്തിലെത്തിയത് ഒരു കോഡായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, പോഡ ബീഫെ എന്നുള്ളത്. അപ്പോൾ പോഡ എന്നുള്ളതിന് എന്നുള്ളത് നമ്മളെ PODABEEFA. അപ്പോൾ PO എന്നുള്ളത് പോർച്ചുഗീസുകാരെ സൂചിപ്പിക്കും, ഡച്ചുകാരത് DA, പിന്നെ ബ്രിട്ടീഷുകാരുടേത് BE വരും, പിന്നെ ഫ്രഞ്ചുകാരുള്ളത് FA വരും. അപ്പോൾ പോഡ ബീഫെ എന്ന കോഡാണ് പണ്ട് മുതൽക്കേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ആദ്യം പോർച്ചുഗീസുകാർ, പിന്നെ ഡച്ചുകാർ, പിന്നെ ബ്രിട്ടീഷുകാർ, പിന്നെ ഫ്രഞ്ചുകാർ. പോർച്ചുഗീസുകാരെത്തിയത് 1498. അപ്പോൾ 1498 മുതൽ 1663 വരെ ആരുടെ ഭരണമായിരുന്നു? പോർച്ചുഗീസുകാരുടെ വിളയാട്ടമായിരുന്നു. പിന്നെ അതിനുശേഷം 1663 ഡച്ചുകാർ എത്തിയത്. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ ഇംഗ്ലീഷുകാരുടെ സഹായത്തോടെ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. എന്താണ്? 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ ആരാണ് പരാജയപ്പെടുത്തിയത്? തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കുളച്ചൽ യുദ്ധം 1741. ആരൊക്കെ തമ്മിൽ? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. അതിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. പിന്നെ ഹിസ്റ്ററി ഓഫ് കേരള എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന ബുക്ക് എഴുതിയത് സർദാർ KM പണിക്കർ.
18-ാം നൂറ്റാണ്ടോടെ കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി. 18-ാം നൂറ്റാണ്ടോടെ കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെയുള്ള തിരൂർ. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ലോഗൻ കമ്മീഷൻ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷൻ. 1929 മലബാർ കുടിയാന്മ നിയമം. കർഷകർക്ക് ഭൂമിയിന്മേൽ കുറച്ച് അവകാശം കിട്ടി. ഈ മലബാർ കുടിയാന്മ നിയമം 1929. പിന്നെ 1896 ജന്മി കുടിയാൻ നിയമം. അപ്പോൾ കുറേ നിയമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. തിരുവിതാംകൂറിൽ ഉണ്ടായ 1865 ഉണ്ടായതാണ് പണ്ടാരപ്പാട്ട വിളംബരവും 1896 ജന്മി കുടിയാൻ നിയമം. കൊച്ചിയിൽ 1914 കുടിയാന്മ നിയമം. മലബാറിൽ 1929 മലബാർ കുടിയാന്മ നിയമം. പിന്നെ വരുന്നത് കനോലി പ്ലോട്ട്. കനോലി പ്ലോട്ട് എവിടെയാണ്? നിലമ്പൂരിൽ 1500 ഏക്കറോളം സ്ഥലത്ത് ഹെൻറി വാലന്റൈൻ കനോലി സ്ഥാപിച്ച കനോലി തേക്ക് വെച്ച് പിടിപ്പിച്ചു. അതായത് കനോലി പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നിലമ്പൂരിൽ 1500 ഏക്കറോളം സ്ഥലത്ത് ഹെൻറി വാലന്റൈൻ കനോലി എന്ന ആള് തേക്ക് വെച്ച് പിടിപ്പിച്ചു. ഇതാണ് കനോലി പ്ലോട്ട് എന്നറിയപ്പെടുന്നത്. അവിടെ കുറച്ച് ആദ്യകാലത്ത് വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം ഏതാണ്? ആലപ്പുഴ. 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴ തന്നെയാണ്. കശുവണ്ടി ഫാക്ടറി കൊല്ലം, ഫറോക്ക് കൊല്ലം, ഒല്ലൂർ, തൃശ്ശൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ എന്തുണ്ടായിരുന്നു? ഓട്ട് കമ്പനികളുണ്ടായിരുന്നു. കണ്ണൂർ, കോഴിക്കോട് എന്നിവ എന്തിന് പ്രധാനമായിരുന്നു? കൈത്തറി വ്യവസായത്തിന്. പിന്നെ ബീഡി വ്യവസായം കൂടുതലായിട്ടുണ്ടായിരുന്നത് എവിടെയാണ്? ആദ്യം കണ്ണൂരാണ്. പിന്നെ പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴ 1940. പള്ളിവാസൽ മുതിരപ്പുഴ 1940. പിന്നെ പുനലൂർ പേപ്പർ മില്ല് എവിടെയാണ്? കൊല്ലം. കളമശ്ശേരിയിലെ ഫാക്ട് എറണാകുളം. കുണ്ടറ സിറാമിക്സ് കൊല്ലം. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി. അളഗപ്പ തുണിമിൽ കൊച്ചി. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക്. അപ്പോൾ സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനത്തെക്കുറിച്ചാണ് അടുത്തത് പറയാൻ പോകുന്നത്. സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് ആധിപത്യം. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത് ആരാണ്? ജെസ്യൂട്ട് മിഷണറിമാർ. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യ നിഘണ്ടു എഴുതിയത് അർണോസ് പാതിരി. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആദ്യമായി എഴുതിയത് ബെഞ്ചമിൻ ബെയ്ലി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു എഴുതിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങൾ രാജ്യസമാചാരം, പശ്ചിമോദയം. ഇത് രണ്ടും ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയതാണ്. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ച പോലെ മിഷണറി സംഘത്തെക്കുറിച്ചും ഈ ഒരു ചാപ്റ്ററിൽ സൂചിപ്പിക്കുന്നുണ്ട്. ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ, ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി തിരുവിതാംകൂർ, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ. തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ഭായ് 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ഭായ് 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. ഇത്രയൊക്കെയാണ് സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനത്തെക്കുറിച്ച് പറയുന്നത്. ഇനി അടുത്തത് പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹിക മാറ്റങ്ങളും. അപ്പോൾ കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകളാണ് ഇനി പറയാൻ പോകുന്നത്. മലബാറിൽ, അതായത് കേരളം, അന്ന് കേരളത്തിന് മലബാർ എന്ന് വെച്ചതിൽ അദ്ദേഹം മലബാറിൽ എന്ന് പറഞ്ഞത് കേരളത്തെയാണ്.
മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണൻ നടക്കുന്ന വഴിയിൽ കൂടി അവർണ്ണന് നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ. ഇത് 1897 മദിരാശിയിൽ നിന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകളാണിത്. ഇനി നമ്മൾ സാമൂഹിക പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളെക്കുറിച്ച് മുന്നേ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് കുറേ പറയുന്നത്. അതിൽ വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, കുര്യാക്കോസ് ഏലിയസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഇത്രയൊക്കെയാണ് സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെയും കുറിച്ച് ഒരു ടേബിളാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രാർത്ഥനാ ഗീതം ദൈവശതകത്തിലെ വരികൾ: ആഴമേറും നിൻ മനസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. പിന്നെ ആത്മോപദേശ ശതകത്തിലെ 24 ശ്ലോകം: അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിലാദ്യമായി ആരാത്മരൂപം, അവനവനാത്മസുഖത്തിനാചരിക്കുന്നവയപ്പരന്നു സുഖത്തിനായി വരണം. അപ്പോൾ തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് 1859 മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതാരാണ്? ഉത്രം തിരുനാൾ മഹാരാജാവ്. അപ്പോൾ തെക്കൻ ചാന്നാർ ലഹളയ്ക്ക് ശേഷം 1859 മാറുമറയ്ക്കാനുള്ള അവകാശം ഉത്രം തിരുനാൾ മഹാരാജാവ് നൽകാൻ നിർബന്ധിതനാവുകയാണ് ചെയ്തത്. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരു. ഇതൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് അരുവിപ്പുറത്ത് ക്ഷേത്രത്തിന് മുന്നിലാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോഴ്സ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, ശ്രീനാരായണ ഗുരുവാണ് പറഞ്ഞത്. പിന്നെ വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിലെ സർവമത സമ്മേളനത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ വാക്കുകളാണ് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനുമല്ല എന്ന സമ്മേളനം. പിന്നെ അടുത്തത് പറയുന്നത് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളെക്കുറിച്ചാണ്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് വായിക്കാം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം. TK മാധവൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചു. ഈ സമരങ്ങളെ തുടർന്നാണ് വൈക്കം സത്യാഗ്രഹത്തിന് ചുറ്റുമുള്ള നിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവർണർക്ക് യാത്ര ലഭിച്ചത്. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന പ്രക്ഷോഭങ്ങളിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ 1924 TK മാധവൻ്റെ നേതൃത്വത്തിൽ നടന്ന വൈക്കം സത്യാഗ്രഹം. ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തോട് ഒരു അനുഭവം പ്രകടിപ്പിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥയെ സംഘടിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു. AK ഗോപാലനായിരുന്നു സമരത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. ഈ സത്യാഗ്രഹത്തിൽ P കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. ഈ ജനകീയ സമരങ്ങളുടെയെല്ലാം ഫലമായാണ് 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. തുടർന്ന് മദിരാശി ക്ഷേത്രപ്രവേശന വിളംബരപ്രകാരം മലബാറിലും കൊച്ചി രാജാവിൻ്റെ വിളംബരപ്രകാരം കൊച്ചിയിലെ എല്ലാ വിഭാഗക്കാർക്കും ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ 1900 സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന പ്രക്ഷോഭങ്ങളിൽ ഒന്നാമത്തത് വൈക്കം സത്യാഗ്രഹം. 1924 മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടന്ന സവർണജാഥ. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം 1931 KK കേളപ്പൻ്റെ നേതൃത്വത്തിൽ
പിന്നെ 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതിയതാരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് ക്ഷേത്രപ്രവേശനം എഴുതിയത്. പക്ഷേ ഇത് ക്ഷേത്രപ്രവേശനം വിളംബരം ചെയ്യാൻ പ്രേരിപ്പിച്ചതാരാണ്? ടി പി രാമസ്വാമി അയ്യർ. ടി പി രാമസ്വാമി അയ്യരുടെ പ്രേരണ കൊണ്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. ഇനി വരുന്നത് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്നൊരു ടോപ്പിക്കാണ്. അതും പിന്നെ കുറച്ച് സമരങ്ങളെക്കുറിച്ചുമാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത വീഡിയോയോടുകൂടി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.